അല്ലേലും മലയാളിക്കൊരു പ്രത്യേകതയാണ് ഏറ്റവും നല്ല സാധനം കയറ്റി വയ്ക്കും, ബെസ്റ്റ് ക്വാളിറ്റി സാധനം കയറ്റി വയ്ക്കും. എന്നിട്ട് നമുക്ക് ചപ്പും ചവറൊക്കെ കഴിച്ച് നമ്മൾക്ക് ശീലമായിപ്പോയി. നല്ല സാധനം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ളില്ലേ. ഈ പ്രഭാതം ഗുഡ് മോർണിംഗ് വേണ്ട, ഇംഗ്ലീഷ് പറയണ്ടപ്പ, ഇംഗ്ലീഷ് വേണ്ട, ശുഭദിനമാവട്ടെ ദിനം കൊടുക്കാൻ മേലേ ഇല്ലേ? എന്ത് നമ്മുടെ ഭവനത്തിൽ നമുക്കത് ആരംഭിക്കാൻ പാടില്ല? ചാരിറ്റി ബിഗിൻ അറ്റ് ഹോം എന്നാണ്. എന്തു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ആദ്യം നമ്മുടെ ഭവനത്തിൽ നിന്നാവട്ടെ തുടക്കം ആവണ്ടേ? തീർച്ചയായും നമ്മൾ ഭവനത്തിലായിരിക്കണം. നല്ല തുടക്കങ്ങളൊക്കെ നമ്മുടെ ഭവനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം, തുടങ്ങാൻ പറ്റണം. അവിടെ ആ അന്തരീക്ഷം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൻ്റെ ആ ഊഷ്മളമായ അനുഭവത്തിൻ്റെ സുഖകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ കൊച്ചു വാക്കുകൾക്ക് പോലും കഴിയും. ഒരു പ്രഭാതം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, തുടക്കം നന്നായി പാതി ജയിച്ചു. ക്ലിയർ ആണോ? ആ ഒരു പ്രഭാതം നമുക്ക് പരസ്പരം ആശംസകൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാതം ആരംഭിച്ച് നോക്കൂ. സുഖകരമായ സുന്ദരമായ ഒരു ദിവസമായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രഭാതത്തിൻ്റെ ആശംസ നമ്മുടെ ഭവനത്തിൽ നിന്ന് നാളെ മുതൽ ഓടി രാവിലെ ഈ അതേന്നെ ഞാൻ കൊടുക്കാനൊക്കെ റെഡിയായിരുന്നു സാറേ. ഞാൻ അടുത്ത് ഇങ്ങനെ ട്രെയിനിങ് എടുത്തപ്പോൾ അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫ് എഴുന്നേറ്റ് പറയാം, ഞാനൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കുകയും ചെയ്യായിരുന്നു സാറേ. അതിയാന ആ രാവിലെ കയറിയ കസേര കയറി ഇരുന്നേച്ച് മലയാളം രണ്ടാന മനോരമ വരെ വായിച്ചിട്ടേ വെക്കുള്ളൂ. ഞാൻ അതൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു, ഇപ്പോൾ കൊടുക്കുകയില്ല, തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി നാളെ എന്തായാലും നമ്മൾ നമ്മുടെ ഭവനത്തിൽ കടുങ്കാപ്പിയും കൊടുക്കും, ഗുഡ് മോർണിംഗ് കൊടുക്കും അല്ലേ? കൊടുക്കില്ലേ? കൊടുക്കുമ്പോൾ അവിടെ അങ്ങേരുടെ ഒരു ചോദ്യം, എന്നീ പറഞ്ഞ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഞെട്ടിപ്പോകരുത്, ഒന്നും മിണ്ടണ്ട, അങ്ങേർക്ക് പരിചയമില്ലാത്ത സംഭവം ആയതുകൊണ്ടാണ്. കൊടുത്തോ കേട്ടോ, കൊടുത്തോ. ഒരു ഗുഡ് മോർണിംഗും കടുങ്കാപ്പിയും ഇല്ലേ? കൊടുക്കുക. തിരിച്ച് കിട്ടുമെന്നും വിചാരിക്കുമൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. അങ്ങനെ അത്ഭുതത്തോടെ നോക്കും, എന്തിന് തലവലെടുത്ത് മുട്ടിയോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പറഞ്ഞു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ട്രെയിനിങ് എടുക്കാൻ പോകുന്നു, അങ്ങേര് പറഞ്ഞു ഗുഡ് മോർണിംഗ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുകൊണ്ട് തന്നാ വേണ്ട, ഒന്നും പറയാൻ നിൽക്കണ്ട. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ആറാമത്തെ ദിവസം ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തുണ്ട് കടുങ്കാപ്പിയുടെ കൂടെ. 7-8 ദിവസം കൊടുക്കുന്ന ഗുഡ് മോർണിംഗ് കടുങ്കാപ്പിയും 9ാമത്തെ ദിവസം കടുങ്കാപ്പി മാത്രം കൊടുക്കുക. എന്ത് സംഭവിക്കുമോ നമുക്ക് നോക്കാം. എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഈ ആൾ നമ്മുടെ നേരെ മുഖമെടുത്ത് നോക്കൂല്ലയോ? അപ്പോൾ ഉള്ളിൽ വർക്കുണ്ടായിരുന്നേ, വർക്കാവുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചോദിക്കുക, കടുങ്കാപ്പി ചൂട് കൂടിപ്പോയോ? മധുരം കൂടിപ്പോയോ? കടുപ്പാണോ? പിന്നെ എന്താ? അല്ല, നീ എൻ്റെ പറയായിരുന്നല്ലോ, കിട്ടിയില്ലല്ലോ. പിന്നെ ബലം പിടിക്കേണ്ട കൊടുത്തേരെ. പരുപരുത്ത പാറയുടെ പ്രതലങ്ങളെ മിനുസമുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ആ സ്പർശമില്ലേ, അതേപോലെ എത്ര കഠിനഹൃദനെയും മാറ്റിയെടുക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ മാസ്മരികമായ ഒരു അഭൂമമായ ശക്തി നമ്മുടെ വാക്കുകൾക്കുണ്ട്. ആ ഗുഡ് മോർണിംഗ് അവിടെ തിരിച്ചു വരും. നമ്മുടെ മക്കളെ എഴുന്നേൽപ്പിക്കുമ്പോഴും വണ്ടി വരുമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് നമ്മൾ എഴുന്നേൽപ്പിക്കില്ലേ മക്കളെ? ആ വണ്ടിക്കാരൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ കഴിയാണ്ട് ഉണ്ടി താഴെയിടും, പിന്നെ തിരിച്ച് കയറി കിടക്കും. ഇതിനിടയ്ക്ക് അമ്മ അടുപ്പിൽ വെച്ച സാധനത്തിന് കടുക് ചേർക്കാനും പൊടിയിടാനും ഒക്കെ ആയിട്ട് ഓടുന്നതിനിടയ്ക്ക് വന്നിച്ച് ഒറ്റ അടി വെച്ച് കേട്ടോ എന്ന് പറയുന്ന കൂടുതൽ ഒച്ച കേട്ടിട്ടുണ്ട്. അത് കൊടുത്തതാണ്. അമ്മമാരങ്ങനെയാണ്, ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവും. കൊടുത്ത കൂട്ടത്തിൽ ഈ കൊച്ച് കരയുമില്ലയോ? എന്നാലും ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ, പിന്നെ അടിയും കൊടുത്ത് കരഞ്ഞോണ്ടിരിക്കുന്നത് കൊച്ചിന് ഗുഡ് മോർണിംഗ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? കൊടുത്തോളൂ. 2, 3, 4 ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ കുട്ടിയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു അടി കൊടുക്കേണ്ടി വന്നാലും കരഞ്ഞുകൊണ്ടാണ് കുട്ടി എഴുന്നേറ്റ് വരുന്നതെങ്കിൽ പോലും ഒരു ഗുഡ് മോർണിംഗ് കൂടെ കൊടുത്തോളൂ. നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു ദിവസം, ഒരു പ്രഭാതം അടുക്കള പണി തിരക്കിനിടയിൽ ആ സാരി തുമ്പിലോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ തുമ്പിലോ ഒരു പിടുത്തവും ഒരു ശബ്ദവും കേൾക്കും, ഗുഡ് മോർണിംഗ്. ഉരുട്ടിയിട്ട് പിടിച്ചാൽ എഴുന്നേറ്റ് വരികയാലത്തെ പാർട്ടി ചെയ്താണ്ട് അടുക്കളയിൽ തൻ്റെ ചുവട്ടിൽ. യെസ്, നമ്മൾ കൊടുത്തത് ശിക്ഷയല്ല, ശിക്ഷണമായി എന്ന് അപ്പോൾ നമുക്ക് ബോധ്യമാവും. നമ്മൾ വേണ്ടത് എന്തു മാറ്റമാണോ മറ്റുള്ളവർ നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ആദ്യം നമ്മളിൽ ഉണ്ടാവട്ടെ. ചേഞ്ച് ബിഗിൻ വിത്ത് മീ. ആ മാറ്റം ആദ്യം നമ്മളിൽ സംഭവിക്കട്ടെ. ചേഞ്ച് ബിഗിൻ വിത്ത് മീ. മാറ്റം മറ്റുള്ളവരിലല്ല നമ്മൾ ആദ്യം സൃഷ്ടിച്ചെടുക്കേണ്ടത്, ആ മാറ്റം ആദ്യം നമ്മളിൽ ഉണ്ടാവണം. ചേഞ്ച് ബിഗിൻ വിത്ത് മീ. ക്ലിയർ ആണോ? ചുറ്റുമുള്ള ലോകത്തിൻ്റെ മനോഹാരിത അത് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല നമുക്കിത് ബോധ്യമാവാതെ പോകുന്നത്. നമ്മളിത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ്. മനസ്സിലാക്കാൻ വരം വേണമെന്ന് പ്രാർത്ഥിക്കൂ.